ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ടേക്ക്. ഇന്ന് എൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്നത്തെ നമ്മുടെ വർക്കും സാറ്റിൻ്റെ റിബൺ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഹാഫ് ഇഞ്ചിൻ്റെ റിബൺ കുറേ പീസ് നമ്മളിതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം വലിയ ഫ്ലവർ വേണോ അത്രത്തോളം വലിപ്പം കൂട്ടുക. ഫ്ലവേഴ്സിൻ്റെ അതായത് പെറ്റൽസിൻ്റെ അളവും കൂട്ടുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു അളവിലാണ് ഇതുപോലെ മുറിച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഒന്നിച്ചിട്ട് നമുക്ക് കുറച്ച് മടക്കി എടുത്തിട്ട് ഒന്നിച്ചിട്ട് തന്നെ കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ കുറച്ചധികം പെറ്റൽസ് നമുക്ക് ഈസി ആയിട്ട് മേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സൈഡ് ഒരു കോൺ പോലെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു ഭാഗം ഇതുപോലെ പിടിച്ചിട്ട് ജസ്റ്റ് ഒരു പെറ്റലിൻ്റെ നിങ്ങൾക്ക് ഏത് ആകൃതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അടിഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം. ആദ്യം ഇവിടെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഭയങ്കര ഈസി ആയിട്ടും എന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ളതുമായിട്ടുള്ളൊരു ഫ്ലവറാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ടും പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ലൈറ്റർ യൂസ് ചെയ്തിട്ട് 2 അരികുകളും ഒന്ന് ഉരുക്കി കൊടുക്കണം കേട്ടോ. 2 അല്ല 3 അരികും ഒന്ന് ഉരുക്കി എടുക്കണം. അപ്പോൾ ഇതേപോലെ ഒന്നിച്ച് ഉരുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും വളരെ എളുപ്പത്തിൽ കഴിയും കേട്ടോ. ഇതേപോലെ ഒന്ന് ഉരുക്കി കറക്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇനി ഒരു കളർ റിബണും കൂടി എടുക്കുന്നുണ്ട്. 4 ഇഞ്ചിൻ്റെ റോസ് കളർ റിബണാണ്. വൈറ്റും റോസും നല്ലൊരു കോമ്പിനേഷനാണല്ലോ. അപ്പോൾ ഇതേപോലെ കുട്ടി പെറ്റൽസ് അതിൽ മേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പെറ്റൽ എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. നമുക്ക് ഒരു പീസ് എത്ര വലിപ്പത്തിലാണോ വേണ്ടത് അത്രയും വലിപ്പത്തിൽ ഒരു പീസ് റിബൺ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് മടക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. അത് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെ ഒന്ന് മടക്കുക. എന്നിട്ട് ഇപ്പുറ സൈഡിലേക്ക് ഒന്ന് മടക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് അടിഭാഗം ഒന്ന് ഉരുക്കി ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടൈപ്പ് പെറ്റൽസ് മേക്ക് ചെയ്തെടുത്താൽ ഇനി നമുക്കിത് രണ്ടും കൂടി ചേർത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ പെറ്റൽസ് ആവശ്യമുണ്ട് അല്ലെങ്കിൽ അളവിൽ മാറ്റം വരുത്തി ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പെറ്റൽസ് വേറെയും കളർ എടുക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ റോസ് നമ്മൾ ചെയ്ത മാതിരി 1-2 അളവിൽ ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ കോർത്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 2 വൈറ്റ് ചെയ്യുമ്പോൾ ഒരു റോസ് അങ്ങനെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. 2 വൈറ്റ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു റോസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമുക്ക് ഈ കംപ്ലീറ്റും ചെയ്തെടുക്കണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ ഫ്ലവർ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ പെറ്റൽസ് ആവശ്യമുണ്ട്. കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ചെറിയ ഇത് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിവിടെ ഒറ്റ ഫ്ലവറാണ് ചെയ്ത് കൊടുക്കുന്നത് ഹെയർ ബോയിലോട്ട്. അപ്പോൾ എനിക്ക് വലിയ ഒറ്റ ഫ്ലവർ മതി. നിങ്ങൾക്ക് 2 ഫ്ലവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിലുള്ള പെറ്റൽസിൻ്റെ എണ്ണം കുറയ്ക്കുക. ആ ഒരു വലിപ്പവും കുറച്ചിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഇരിക്കുന്ന എല്ലാ പെറ്റൽസും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 2 വൈറ്റും ഒരു റോസുമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഓരോന്ന് ഇടവിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ മാല കോർക്കുന്ന പോലെ ഇത്രയും നമ്മൾ കോർത്തെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിനെ ഇതേപോലെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. സെൻറ്റർ കെട്ടുമല്ല, ഈ 2 അറ്റങ്ങളും തമ്മിൽ ചേർത്ത് കെട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് സൂക്ഷിച്ചിട്ട് നന്നായിട്ട് ഒന്ന് പെറ്റൽസ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടൊക്കെ ഒന്ന് കെട്ടി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ടൈറ്റ് ചെയ്ത് കെട്ടിയതിന് ശേഷം പിന്നെ ഈ ഒരു സംഭവമൊക്കെ ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ശരിയാക്കി കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്ത പെറ്റലും അവസാനം ചെയ്തിട്ടുള്ള പെറ്റലും തമ്മിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അടിഭാഗത്തും കൂടെ ഒന്ന് അത്യാവശ്യം നല്ല രീതിക്ക് കെട്ടിട്ട് കൊടുക്കും കേട്ടോ. എന്നാലാണ് അത് കറക്റ്റായിട്ട് ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് കേട്ടോ വരുന്നത്. പക്ഷേ ഫൈനൽ റിസൾട്ട് ഇങ്ങനെയല്ല. ഇനി നമുക്ക് കുറച്ച് ജോലിയും കൂടി ബാക്കിയുണ്ട്. ഈ റോസ് പെറ്റൽസ് അവിടെ ഇവിടെയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് മുകളിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ആ വൈറ്റ് താഴത്തേക്കും റോസ് മുകളിലത്തേക്കും വരുത്ത രീതിയിൽ ഒന്ന് കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് പിടിക്കുക. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് സെൻറ്റർ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷമാണ് നമുക്ക് ആ ഒരു പെറ്റൽസ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വേറെ ടൈപ്പ് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനലിൽ ഒരുപാട് വീഡിയോസ് കിട്ടും കേട്ടോ. ഹെയർ അക്സസറീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ ചാനൽ കയറിയിട്ട് വീഡിയോ സെക്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോ കിട്ടും കേട്ടോ. അത് നോക്കി മാത്രം തന്നെ നിങ്ങൾക്ക് ഒരുപാട് വർക്കുകൾ ചെയ്യാനായിട്ട് പറ്റും. എല്ലാവർക്കും ഒരുവിധം ഇഷ്ടപ്പെടുന്ന മോഡലുകളാണ് കേട്ടോ ചെയ്തിട്ടേക്കുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ഫ്ലവർ റെഡിയായി. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ റോസ് പെറ്റൽസിനെ എല്ലാം ഒന്ന് മുകളിലേക്ക് കൊണ്ടുവരാം കേട്ടോ. 2 പെറ്റലും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുകയാണ് കേട്ടോ. വൈറ്റും അതുപോലെ റോസും
വേർതിരിച്ച് ഇതേപോലെ ഒന്ന് മുകളിലോട്ട് കൊണ്ടുവന്ന് എടുത്താൽ വേറെ അടിപൊളി ഫ്ലവർ കിട്ടും കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറാണ്. അപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്കിനി നമ്മുടെ എന്തെങ്കിലും ഒരു സ്റ്റോൺ ഒട്ടിച്ച് കൊടുത്ത് അടിപൊളിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഫ്ലവർ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ അതും പറയാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്ററിലേക്ക് എന്തെങ്കിലും ഒരു ബീഡ്സോ സ്റ്റോണോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് സെറ്റാക്കുക. എന്നിട്ട് നമുക്കിത് ബോയിലോട്ടോ അലിഗേറ്റർ ക്ലിപ്പിലോട്ടോ ഹെയർ ബണ്ടിലോട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഫ്ലവർ മേക്ക് ചെയ്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് ഏതിൻ്റെ അകത്തോട്ട് വേണമെങ്കിലും മാറ്റി ചെയ്യാം കേട്ടോ. ഇതുപോലുള്ള ബോളിൽ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ബോയിലോട്ട് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏത് രീതിയിലും നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാവേ.